ഹായ്, ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സ്വാതന്ത്ര്യദിനമാണ്. നമ്മളിന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ആ ഒരു ദിവസത്തിൽ തന്നെ ഇങ്ങനെ അച്ഛനമ്മമാരോടൊപ്പം ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം ശരിക്കും ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് സ്നേഹക്കൂടം എന്ന ഞങ്ങളുടെ ഒരു കൂട്ടുകുടുംബമാണ്. ഞങ്ങളൊരു വലിയ വീടാണ്, ഒത്തിരി അച്ഛനമ്മമാരുള്ള ഞങ്ങളുടെ വലിയൊരു വീടാണ്. അതിനൊക്കെ അപ്പുറം ഇതൊരു മതേതര കൂട്ടുകുടുംബമാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വൃദ്ധരായ മാതാപിതാക്കന്മാരുടെ മതേതര കൂട്ടുകുടുംബം. അപ്പോൾ എല്ലാ മതത്തിലുള്ള ആളുകളും ഇവിടെയുണ്ട്. ഇവിടെ ഒരുപാട് ആളുകൾ സ്നേഹക്കൂട്ടിലെ അച്ഛനമ്മമാരെ കാണാനും അവരുടെ ഒപ്പം സമയം ചെലവഴിക്കാനും ഒക്കെ ആയിട്ട് എത്താറുണ്ട്. അതിലൊക്കെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇരിക്കുന്ന അച്ഛനമ്മമാർക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു മതവിശ്വാസമുണ്ട്. അതിനെ അങ്ങേയറ്റ് ഞങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. അവരുടെ വിശ്വാസത്തിൽ തന്നെ ഇവിടെ ജീവിക്കാനും അവർക്ക് പ്രാർത്ഥിക്കാനുമുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുമുണ്ട്, അല്ലേ? ഇവിടെ ആരെയും നിർബന്ധിച്ച് ഒരു പ്രാർത്ഥനയിലോ ഒന്നും നമ്മൾ ഉൾപ്പെടുത്താറില്ല. ഒരുപാട് ആളുകൾ ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. അവരൊക്കെ വരുമ്പം മതത്തിൻ്റെതായിട്ടുള്ള ലഘുലേഖകൾ ഇവിടെ കൊണ്ടുവന്ന് അച്ഛനമ്മമാർക്ക് വിതരണം ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇട്ട് ഇത് പറഞ്ഞിരുന്നു. വീണ്ടും വീണ്ടും ആളുകൾ കൂടുതലായിട്ട് എത്തുന്നതുകൊണ്ടാണ് എനിക്കിത് വീണ്ടും ഒരു വീഡിയോയിലൂടെ വന്ന് നിങ്ങളുടെ മുന്നിൽ ഇത് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പം ഈ അച്ഛനമ്മമാരെല്ലാം അവരുടെ മതത്തിൽ വിശ്വസിക്കുകയും അവരുടെ മതത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ, അതല്ലേ നല്ലത്. അതുകൊണ്ട് ദയവായിട്ട് സ്നേഹക്കൂട അഭയമന്ദിരത്തിലേക്ക് നിങ്ങളുടെ മതത്തിൻ്റെതായിട്ടുള്ള ലഘുലേഖകളുമായിട്ട് ശരിക്കും ഇവരെ ക്യാൻവാസ് ചെയ്യാനും അല്ലെ ഇവരെ നിങ്ങളുടെ മതം അടിച്ചേൽപ്പിക്കാനായിട്ട് ഇവിടേക്ക് വരരുതെന്ന് വളരെ വിനയത്തോടു കൂടി തന്നെ അപേക്ഷിക്കുകയാണ്. ഇവിടുത്തെ അച്ഛനമ്മമാരും മരിക്കുമ്പോൾ ഞങ്ങൾ അവരുടേതായിട്ടുള്ള ആചാരപ്രകാരമാണ് കർമ്മങ്ങൾ ചെയ്യുന്നതും. പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ കൊണ്ടുപോകുന്നത്, അതുപോലെ അവരുടെ സ്ഥലങ്ങളിൽ തന്നെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ അവരുടെ ശേഷക്രിയകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഇവരുടെ ഒരു ആഗ്രഹത്തിന് പ്രകാരമാണ്. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളൊരു കൂട്ടുകുടുംബമായിട്ട് പോകുന്ന ഈ ഒരു സ്ഥാപനത്തിലേക്ക് ദയവ് ചെയ്ത് നിങ്ങളുടെ വിശ്വാസം ഞങ്ങളിൽ അടിച്ചേൽപ്പിക്കാനായിട്ട് വരരുത്. ഒരു അപേക്ഷയോടുകൂടി ഇന്ന് നമുക്ക് എല്ലാവരും ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ? അപ്പോൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ പറയണ്ടേ? എല്ലാവരും ചേർന്നിട്ട് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.